നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. വിട്ടൊഴിയാതെ VS വിവാദം. VSന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകാതെ CPMൽ പിരിമുറുക്കം. കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിലേക്കു തട്ടിയ പന്തിൽ തീരുമാനം ചൊവ്വാഴ്ചത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ. മത്സരിക്കേണ്ടെന്ന് പാർട്ടി പറഞ്ഞാൽ വിരമിക്കൽ ഭീഷണിയുമായി VS പോരാട്ടം കടുപ്പിക്കുമെന്ന് സൂചന. 80 വയസ്സ് പിന്നിട്ടവരെ PBയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം തിരഞ്ഞെടുപ്പിലും ബാധകമാക്കേണ്ടതല്ലേ എന്ന് സംസ്ഥാന ഘടകത്തിന്റെ മൗനവാദം. പ്രായപരിധിയിൽ കുടുക്കി VSനെ മാറ്റി നിർത്തിയാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് കേന്ദ്ര നേതാക്കൾ. VS മത്സരിക്കുന്നതിൽ താൽപര്യമില്ലാത്ത സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കേണ്ടത് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും. VSന്റെ കാര്യത്തിൽ 2005ലെയും 2011ലെയും തിരുത്തൽ ആവർത്തിക്കേണ്ടി വന്നാൽ നാണക്കേട് പാർട്ടിക്ക്. തന്ത്രങ്ങൾക്ക് തടയിട്ട്. കേരള കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തുന്ന ജോസഫ് വിഭാഗത്തെ തണുപ്പിക്കാനുള്ള മാണിയുടെ നീക്കങ്ങൾ പാളുന്നു. നിലവിലെ സീറ്റുകൾക്ക് പുറമെ അധികം സീറ്റുകൾ നൽകേണ്ടതില്ലെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ അനുകൂല സമീപനം മുതലാക്കി പ്രശ്നം പരിഹരിക്കാമെന്ന മാണിയുടെ തന്ത്രങ്ങൾക്ക് KPCC നിലപാടും നിർണായകം. വിമതസ്വരമുയർത്തുന്ന ഫ്രാൻസിസ് ജോർജിന് ഇടുക്കിയിലോ എറണാകുളത്തോ സീറ്റ് നൽകാമെന്ന് കഴിഞ്ഞ ദിവസം ധാരണയായിരുന്നു. അതേസമയം മാണിയുടെ നീക്കത്തെ KPCC എതിർത്താൽ കേരള കോൺഗ്രസ് വേദിയാകുന്നത് പുതിയ പൊട്ടിത്തെറികൾക്ക്. ജെയ്റ്റ്ലിയിൽ കണ്ണും നട്ട്. സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് വഴി തുറന്ന് നാളെ കേന്ദ്ര ബഡ്ജറ്റ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കടുത്ത നികുതികൾ പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും ആദായ നികുതി ഘടനയിൽ പരിഷ്കാരങ്ങൾ വരുമെന്ന് സൂചന. സബ്സിഡിയുള്ള LPG സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുന്നതുൾപ്പെടെ ഇളവുകൾ പലതും വെട്ടിക്കുറയ്ക്കും. വൈദ്യുതി രംഗത്തും യാത്രാ ആനുകൂല്യങ്ങളിലും ബഡ്ജറ്റ് കത്രിക വയ്ക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബഡ്ജറ്റ് ഊന്നൽ നൽകും. കഴിഞ്ഞ ദിവസം സഭയുടെ മേശപ്പുറത്ത് വെച്ച് ദേശീയ സാമ്പത്തിക സർവേ നൽകുന്നത് ധനകാര്യ മേഖലയിൽ കടുത്ത നടപടികൾക്കുള്ള ശുപാർശ. 7ാം ശമ്പള പരിഷ്കരണത്തിന്റെ ശ്വാസം മുട്ടലിൽ ജെയ്റ്റ്ലിയും കേന്ദ്ര സർക്കാരും. കനിവ് തേടി വീണ്ടും കനയ്യ. രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായ കനയ്യ കുമാറിന്റെ ജാമ്യഹർജി നാളെ വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ. കീഴടങ്ങിയ ഉമർ ഖാലിദിനും അനിർബൻ ഭട്ടാചാര്യയ്ക്കുമൊപ്പം കനയ്യെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യത്തെ തുടർന്നാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കേസിൽ അന്വേഷണം തീവ്രവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക സെല്ലിന് കൈമാറിയത് കഴിഞ്ഞ ദിവസം. പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന ഉമർ ഖാലിദിനും അനിർബനും പുറമെ മുൻ യൂണിയൻ ചെയർമാൻ അശുതോഷിനെയും ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2660 രൂപ, പവൻ 21,280 രൂപ. വെള്ളി ഗ്രാമിന് 39.92 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.